കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ നമ്മുടെ വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യുണ്ടയുടെ ക്രെറ്റയാണ്. ഈ ഒരു ക്രെറ്റ കാണുമ്പോൾ തന്നെ അറിയാം ഏറ്റവും ഇപ്പം നിലവിൽ 2024 25 ഒക്കെ ഇറങ്ങിക്കൊണ്ടിരുന്ന ക്രെറ്റയല്ല, അതിന് തൊട്ട് മുമ്പുള്ള മോഡലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2020 ഇതിൻ്റെ രജിസ്ട്രേഷൻ മോഡൽ വന്നേക്കണം. 2021 ഇതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. 2020 ഡിസംബറാണ് ഇതിൻ്റെ മോഡൽ വന്നേക്കണം. പിന്നെ വണ്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് പറയാനുണ്ട്. ഇത് SXO ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു വാഹനം നിങ്ങൾക്കറിയാം, നമ്മൾ ടോപ്പ് എൻഡ് വണ്ടിയാണത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സൺറൂഫ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇത് ഓട്ടോമാറ്റിക് വാഹനമാണ്, DCT ആണ് ഗിയർ ബോക്സ് വന്നേക്കണം. പിന്നെ ഇതിൻ്റെ ടെർബോ എഞ്ചിനാണ്, ടെർബോ പവർഡാണ്. അതിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഇൻറ്റീരിയേഴ്സ് കാണുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 31,000 കിലോമീറ്റേഴ്സ് മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. അതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും നമ്മൾ എടുത്ത് പറയേണ്ട ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇൻഷുറൻസ് ഒക്കെ പുതിയ ഇൻഷുറൻസ് ആണ്. അതേപോലെ തന്നെ ID വാല്യൂം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കൂടി തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്രെറ്റ SX ഓപ്ഷനിൽ ടെർബോ എഡിഷനിൽ വന്ന പെട്രോൾ വാഹനം നമുക്കൊന്ന് ഫുൾ കണ്ടേക്കാം. അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോണത് ക്രെറ്റയുടെ പുതിയ ഷേപ്പാണ്. ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രെറ്റ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്, പക്ഷേ അതിന് മുമ്പ് ഇറങ്ങിയേക്കണം. എന്നാൽ നമ്മൾ പഴയ ആ ഒരു ക്രെറ്റ കണ്ടുകൊണ്ടിരുന്നേക്കാൾ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടാണ് അവർ ഈ ഒരു ഫേസ് ലിഫ്റ്റിലേക്ക് വന്നേക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു വാഹനം സാധാരണ നമുക്ക് മാർക്കറ്റിലേക്ക് അങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടില്ല, കാരണം 2020 അത് വന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2020 ഡിസംബറിൽ മോഡലാണ്. 2021 ജാനുവരി എടുത്ത രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തുകൊണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനം പെട്രോൾ ഓപ്ഷൻ വന്നൊക്കെയാണ്. SX ഓപ്ഷണൽ വാഹനമാണ്. എല്ലാവിധ ഫീച്ചേഴ്സ് ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനൊക്കെ മുമ്പ് നമുക്ക് വാഹനം ജസ്റ്റ് ഒന്ന് ചുറ്റി നടന്ന് കണ്ടേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രെറ്റ 920 ക്ലാസ് വണ്ടിയല്ലേ. ജസ്റ്റ് ഇതിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് ഒന്ന് നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നല്ല ക്വാളിറ്റി തന്നെ ടോപ്പ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമുക്കിനി വീലാസിലേക്ക് എയർ കണ്ടീഷനിലേക്ക് നോക്കാം. വീലാസ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ വീലാസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അലോയ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഗ്ലാസ്സൊക്കെ നോക്കാം. ഗ്ലാസ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഗ്ലാസ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ലാമ്പ് നോക്കാം. ലാമ്പായി നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഗ്രില്ല് നോക്കാം. ഗ്രില്ല് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. കുറച്ച് പൊടിയൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ആണ് ചെറിയൊരു തിളക്കക്കുറവ്. പക്ഷേ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഇവിടെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, കാരണം റോഡ് സൈഡിലാണ് വണ്ടി കിടക്കണം. അപ്പോൾ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമുക്ക് ഇവിടുത്തെ വീലാസിലേക്ക് പോകാം. ഈ വീലാസിലായാലും നല്ല നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ വന്നാണ്, ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. 2 ഡോർ നോക്കാം. 2 ഡോറും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ ഗ്ലാസും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ടോപ്പ് വ്യൂ നോക്കാം. ഇവിടെ നമുക്ക് സന്തോഷം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ വീലാസിലേക്ക് പോകാം. ഈ വീലാസായാലും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ വിൻഷീൽഡ് നോക്കാം. ഡിഫോഗേഴ്സും റിയർ വൈപ്പറും. അതേപോലെ ഈ ക്രെറ്റയുടെ പ്രത്യേകതയാണ് ആ ഒരു എൻഡ് ടു എൻഡ് ഡിസ്പ്ലേ വരുന്ന ആ ഒരു ടെയിൽ ലാമ്പ്. പക്ഷേ ഇവിടെ ഇത് വർക്കിംഗ് അല്ല, ഈ ഭാഗം മാത്രമാണ് വർക്കിംഗ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ടെയിൽ ലാമ്പ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ടെർബോൻ്റെ ആ ഒരു ബാഡ്ജും കിട്ടുന്നുണ്ട്. നമുക്കിവിടെ നമുക്ക് വീലാർസ് നോക്കാം. ഈ വീലാർസ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. 2 ഡോർ നോക്കാം. 2 ഡോറും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡോർസും നമുക്കിവിടെ കാണാൻ പറ്റും. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും വെച്ചപ്പെടാം. ഡോർ പാഡ്സ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് നോക്കാം. സീറ്റ്സൊക്കെ നല്ല വൃത്തി തന്നെ കമ്പനി ഒറിജിനൽ സീറ്റ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്കിനി എയർ ബാഗ് നോക്കാം. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഡാഷ്ബോർഡൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. വലിയൊരു ഡിസ്പ്ലേ നമുക്ക് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ബാക്കിയുള്ള കൺട്രോൾസും കൂടെ കാണാൻ പറ്റും. 31,508 കിലോമീറ്ററാണ് വണ്ടി പോടിയേക്കണം. ഓട്ടോമാറ്റിക്കാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ സീറ്റ് വെൻറ്റിലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് സീറ്റൊക്കെ തണുപ്പിച്ച് സുഖമായിട്ട് ഓടിച്ചെടുക്കാം. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വാങ്ങിക്കാൻ കാണാൻ പറ്റും. ഡ്രൈവ്, ട്രാക്ഷൻ സംഭവങ്ങളുടെ കൺട്രോൾസ് കിട്ടുന്നുണ്ട്. ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല വൃത്തിയിട്ടിരിക്കുന്നു. റിയൽ സീറ്റ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. സൺറൂഫ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഇൻബിൽഡായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ചെറിയൊരു ഡയലാണ്. ഓക്കെ, വളരെ കുഞ്ഞു ഡയൽ. നല്ല സുഖമാണ്, കാരണം ബാക്കിയുള്ള ഡിസ്പ്ലേ ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ആ ഒരു RPM അതുപോലെ തന്നെ സ്പീഡൊക്കെ നമുക്ക് സ്പീഡല്ല, അത് ഹീറ്റിൻ്റെ നമ്മുടെ ഫ്യൂവലിൻ്റെ മോണിറ്ററിംഗ് ആണത്. അതൊക്കെ ചെറിയൊരു ഡയലായിട്ട് വന്നതാണ്. നല്ല ഭംഗിയുണ്ടാണ് അതിൻ്റെ. പിന്നെ ഞാൻ ടെർബോ എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ഇൻഡിക്കേഷനാണ് ഈ ഒരു റെഡ് ഇൻസേർട്ട് വന്നതാണ് കേട്ടോ. ഇനി നമുക്ക് റിയറിലെ സീറ്റ് നോക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യാം.
ഇവിടെ ഡോർ പാഡ്സ് നോക്കാം, നല്ല ക്വാളിറ്റി തന്നെ ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെ സീറ്റ്സ് നോക്കാം, സീറ്റ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ലെഗ് റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റിയറിൽ നമുക്ക് AC യുടെ വെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ നല്ല വാഹനത്തിൻ്റെ ഫുൾ വ്യൂ നോക്കാം കേട്ടോ. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡോറിന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് വാഹനത്തിൻ്റെ എൻജിൻ റൂമും ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്രെറ്റയുടെ ആ ഒരു എൻജിൻ റൂം. ഞാൻ പറഞ്ഞ പോലെ 1.4 ടെർബോ ആവുന്നതാണ് കണ്ടോ. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു എൻജിൻ റൂം നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ പേസ്റ്റിംഗ് ഒക്കെ നോക്കാം. പേസ്റ്റിംഗ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന പേസ്റ്റിംഗ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ബാറ്ററി നോക്കാം. ബാറ്ററി നല്ല പവർഫുൾ ബാറ്ററി വന്നേക്കണം. എഡ്ജസ്റ്റിലേക്ക് പോകാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതേപോലെ ഇവിടെ ലിഡ് നോക്കാം. ലിഡ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വണ്ടിയുടെ എൻജിൻ റൂമിൽ നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് പയ്യെ വാഹനത്തിൻ്റെ ബാക്കിലേക്കൊന്ന് വയ്ക്കാം. ബൂട്ടൊന്ന് അപ്പ് ചെയ്യാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ലിഡൊന്ന് അപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ വണ്ടി ഇപ്പോൾ വന്നിട്ടുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ബോസറ്ററിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ എഡ്ജസിലേക്ക് പോയേക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. ലിഡിലേക്ക് പോകാം. ലിഡ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്പ് ചെയ്ത് ടയറിൻ്റെ കണ്ടീഷനൊക്കെ എന്താണെന്ന് നോക്കാം. ടയറൊക്കെ പുത്തൻ ടയേഴ്സാണ് കേട്ടോ, അനങ്ങിയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി SX ഓപ്ഷണൽ വാഹനമാണ്. എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി നിൽക്കുന്ന വണ്ടിയാണ്. 2020 അതിൻ്റെ മോഡൽ വന്നേക്കാം. 21 രജിസ്ട്രേഷനൊക്കെ ഉണ്ട് വണ്ടി. പെട്രോൾ വാഹനമാണ്. അതുകൂടാതെ തന്നെ DCT ഗിയർ ബോക്സ് നിൽക്കുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ് ഈ ഒരു ക്രെറ്റ SX ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിന് റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടന്നേക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ക്രെറ്റയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 14,90,000 14,90,000 റുപ്പീസ് ആസ്കിംഗ് പ്രൈസാണ്. നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തുകൊണ്ട് വിളിക്കാം, സംസാരിക്കാം, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.